പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അടിപൊളി ഫ്ലോറൽ ഡിസൈനാണ്. എല്ലാവർക്കും ചെറിയ കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്, ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ വീഡിയോ ഒന്നുമല്ല, വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ കേക്ക് നമ്മുടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. നമ്മൾ മുന്നേ ഇട്ട വീഡിയോസിലൊക്കെ ഉള്ളതുപോലെ ഒരു 3 കിലോയുടെ കേക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളും ഐസിങ്ങും ഒക്കെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു ഫംഗ്ഷനാണ്. ഞാൻ കൂടി ഉൾപ്പെടുന്ന ഒരു യൂണിറ്റിൻ്റെ അസോസിയേഷൻ്റെ ഒരു യൂണിറ്റിൻ്റെ പുതുവത്സര സംഗമത്തിന് വേണ്ടിയുള്ള ഒരു കേക്കാണ്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിന് സൈഡിലൊക്കെ നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ചില കേക്കിനൊന്നും ഇത് വേണം എന്നാ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചില കേക്കിനത് ഒരു ഭംഗിയാണ്. അപ്പോൾ നമ്മളത് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്ക്രാപ്പറിനെ കൊണ്ട് തന്നെ അതൊന്നുകൂടി ഒന്ന് ചേർത്ത് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കേക്കിന് കുറച്ചുകൂടി പ്രസ്സായിട്ട് നിൽക്കും, നല്ലൊരു ഒതുക്കത്തിൽ അവിടെ നിൽക്കും. അപ്പം നമുക്ക് ബാക്കി അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബോർഡർ വെച്ച് കൊടുക്കുക. ഏതെങ്കിലും ഒരു രീതിയിൽ കൈക്ക് കിട്ടിയ ഒരു നോസിൽ എടുത്തിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇന്ന നോസിൽ എന്നൊന്നുമില്ല. പിന്നെ പലപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ കയ്യിലുള്ള നോസിലിനൊന്നും നമ്പറൊന്നുമില്ല. ഞാനവിടെ കടയിൽ പോകും, എനിക്ക് ഇത് കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെടുത്തിട്ടിങ്ങ് വരും. അപ്പോൾ അത്തരത്തിലുള്ള നോസിലും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ നമ്പർ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, ഉണ്ടാവാറുമില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അപ്പം നമ്മളതിൻ്റെ സൈഡിൽ കൂടി, മേൽഭാഗത്ത് സൈഡിൽ കൂടി ചെറിയൊരു ഇതിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേക്കിനൊരു കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. അതിന് നമ്മളൊരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കുടിക്കുക ഒരു ബോർഡർ കൂടി വെച്ചിട്ട്, അതിനുശേഷം നമ്മുടെ വൈറ്റ് ക്രീമിൽ തന്നെ ഒരിത്തിരി മഞ്ഞ കളറ് ചേർത്തിട്ട്, ഒരു നോസിലും ഇല്ല ഒന്നുമില്ല, അതൊരു പൈപ്പിംഗ് ബാഗിൽ ചേർത്ത് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു ജസ്റ്റ് ഒരു കുറച്ചൊരു ഇതിൽ നമ്മളൊരു ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുകയാണ്. കുറച്ച് വേണം, വളരെ കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊരു 5 അതിലുള്ള ഒരു ഫ്ലവർ എന്നുള്ള രീതിയിലാണ് സംഭവം ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എവിടെയൊക്കെ ഫ്ലവർ വേണോ ആ ഒരു രീതിയിൽ നമ്മൾ ആദ്യമേ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും, ഏതൊക്കെ കളർ എന്താണെന്നില്ല. അപ്പോൾ ഇത് അതിനുശേഷം ഒരു പാരറ്റ് നൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ കിട്ടിയ എന്തെങ്കിലും ഒരു സാധനം മതി. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിനെ കൊണ്ട് ഇങ്ങനെ ഒരു സെൻറ്ററിലൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് നീട്ടി അങ്ങ് വലിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ സൈഡിലേക്കും ഒന്ന് വലിച്ചു കൊടുക്കുക, 2 ഭാഗത്തും വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു നല്ല രസമുള്ള ഒരു ഫ്ലവറായിട്ട് വരും. അത്രയേ പണിയുള്ളൂ. അപ്പോൾ ഇതാർക്കും ചെയ്യാവുന്നൊരു സംഭവമാണ്, സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി ഭംഗിയാക്കാൻ നമുക്ക് കുറച്ചുകൂടി പരിപാടികൾ ചെയ്യാം. പല വിധത്തിൽ പല ആൾക്കാർക്ക് പല ഐഡിയ ആയിരിക്കും. അപ്പോൾ ആ ഐഡിയ വെച്ചിട്ട് പല രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊരു ചെയ്ത ഈ ഒരു ഐഡിയ ആണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളവിടെ നേരത്തെ റൗണ്ടായിട്ട് കുത്തി വെച്ച സംഭവങ്ങളൊക്കെ ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച എല്ലാം ഇതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഫ്ലവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരിത്തിരി റെഡ് കളർ ചേർത്തിട്ട്, ഭയങ്കര ഡാർക്കൊന്നുമല്ല, എന്നാലും ഇതിനേക്കാളും ഒരു സുഖമുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു കറക്റ്റ് കളറ് നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. പക്ഷേ എന്നാലും ഏകദേശം ഇങ്ങനെ തന്നെയാണ്, ഒരുപാട് ഓവറൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു മഞ്ഞയുടെ സെൻറ്ററിൽ നേരത്തെ നമ്മൾ മഞ്ഞ ചെയ്തതുപോലെ തന്നെ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് വെച്ച് കൊടുത്തിട്ട് അവിടെ നമ്മൾ ഈ പാലറ്റ് നൈഫിനെ കൊണ്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അന്നേരം അവിടെ ഒരു സെൻറ്ററിലുള്ള ആ ഒന്ന് സ്പ്രെഡ് ആയതുപോലെ ഉണ്ടാവും, അവിടെ കാണാൻ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നേരത്തെ മഞ്ഞ ചെയ്ത എല്ലാ ഫ്ലവേഴ്സിലും അതേപോലെ തന്നെ നമ്മളങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അത് എന്താ പറയുക, ഒരു നല്ലൊരു ലുക്കാണ്. സെൻറ്ററിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ട് ബാക്കി കുറച്ചുകൂടി പരിപാടികളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്സായിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയിൽ നമ്മൾ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതേപോലെ ഞാനിപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്ത് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയ വരും. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്കും ഒരുപാട് സംഭവങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്.
നമുക്കിപ്പോൾ ഇത് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വൈറ്റും ബ്ലൂവും കോമ്പിനേഷൻ വേണമെങ്കിൽ ചെയ്യാം. അതും നല്ല ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ ബ്ലൂ അതിൻ്റെ സെൻറ്ററിൽ വയലറ്റ് അങ്ങനെയുള്ള ഏകദേശം ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാവണം. അതൊരു ഓരോരോ ഐഡിയയിൽ ചെയ്യാം. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് യാതൊരു തരം മാച്ചിങ്ങും ഇല്ലാത്ത കളറുകൾ തമ്മിൽ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഒരു കാണുമ്പോൾ ഒരു വൃത്തിയില്ലായ്മയൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കളറിനെ കുറിച്ചൊരു ചെറിയൊരു ധാരണ ഉണ്ടാവണം. ഏതൊക്കെ കളർ തമ്മിൽ ജോയിൻ്റ് ആവും, അത് മിക്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ കുറച്ചുകൂടി ഫ്ലവർ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നമ്മുടെ ഒരു പൗഡർ ഉണ്ടല്ലോ, സ്പ്രേ എഡിബിൾ തന്നെയാണ്. അപ്പോൾ ആ ഇതൊന്ന് കുറച്ചൊന്ന് അതിനെ ആ ഒരു ഫ്ലവേഴ്സിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കുറച്ച് ക്രീമിൻ്റെ അകത്ത് കുറച്ച് ഗ്രീൻ കളറ് ചേർത്തിട്ട് ഇതേപോലെ പാലറ്റ് നൈഫ് ഒന്ന് അതിൻ്റെ അകത്തേക്ക് ടച്ച് ചെയ്യുക, എടുത്തിട്ട് കേക്കിന് മേലെ ഒന്ന് വലിക്കുക. ഒരു ലീഫ് എന്നല്ല, ഒരു എന്താ പറയുക, കുറച്ചധികം ലീഫുകളായിട്ട് ആ ഒരു ഫ്ലവേഴ്സിനെ കുറച്ചുകൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട്, കളറിൽ കുത്തുന്നു, അവിടെ ക്രീമിൻ്റെ മേലെ ടച്ച് ചെയ്യുന്നു, ഇതേപോലെ ഇങ്ങനെ വലിക്കുന്നു. അപ്പോൾ കുറച്ചിങ്ങനെ വലിച്ചതാകുമ്പോൾ കുറച്ച് കൂടുതൽ ലീഫുകളും കാര്യങ്ങളൊക്കെയുള്ള ഒരു വള്ളിപ്പടർപ്പുകളിലുള്ള ഫ്ലവേഴ്സിൻ്റെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഫ്ലവറിൻ്റെ ഇടയിൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗണേശനെ കൊണ്ട് ഇതേപോലെ ഒരു ചെറിയൊരു ഡെക്കറേഷനും കൂടി ചെയ്യുമ്പോൾ ആ ഫ്ലവറിൻ്റെ ലുക്ക് തന്നെ കുറച്ചുകൂടി ഒന്ന് മാറും. അപ്പോൾ അതേപോലെ നമ്മൾ എല്ലാ ഫ്ലവർ ഇവിടെയൊക്കെ ഒരു ഹാഫ് ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്ലവറിലും അതേപോലെ ഒരു സംഭവം കൂടി ചെയ്യുമ്പം അതിൻ്റെ കേക്കിൻ്റെ ലുക്ക് തന്നെ മൊത്തത്തിൽ മാറി. ഇപ്പോൾ മൊത്തം മാറിയില്ല, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്ലെയിൻ കേക്കല്ല, കുറച്ച് ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ കുറച്ചുകൂടി ഒന്നും കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. ഒരു ചെറിയൊരു വള്ളി പോലെയുള്ള ഒരു സംഭവം, വള്ളി എന്നല്ല, അങ്ങനെയുള്ള ഒരു ഡെക്കറേഷൻ. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ, എല്ലാ ഫ്ലവേഴ്സിനെയും ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്കതിനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി വേറെ ലെവലാവും. അപ്പം ഞാനൊന്നും വേറെ ഒരു സർക്കസും ഇതിൽ കളിച്ചിട്ടില്ല. എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്ക് പോലും ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം. ഒരു ഫ്ലോറൽ ഡെക്കറേഷനാണ്. സിമ്പിളല്ലേ സംഭവം, വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു പൗഡർ സ്പ്രേ ഇല്ല എങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല. അവിടെ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഏതെങ്കിലും ക്രീമിൽ കുറച്ച് ഡാർക്ക് കളറാക്കിയിട്ട് അവിടെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മളിപ്പോൾ ഫ്ലവറിനെ കുറച്ചുകൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു കാര്യം ഒരു പൊടിക്കായി ചെയ്തത്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ എഴുതുന്ന കാര്യമാണ്, അത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എഴുതുന്നത് എങ്ങനെയാണ്, എഴുതിയിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് നമ്മൾ എഴുതിക്കൊണ്ട് ഇരിക്കുമ്പോൾ ശരിയായി വരുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ നമ്മളുള്ള ഞാനടക്കമുള്ള യൂണിറ്റിൻ്റെ ഒരു പുതുവത്സര സംഗമമാണ്. അപ്പോൾ അതിന് വേണ്ടി തന്ന ഒരു ഓർഡറാണ്, അതിൻ്റെ ഒരു കേക്കാണ്. ഓക്കെ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിലുള്ള ഒരു 3 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, കേക്ക് ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് എന്ന് തന്നെ വിശ്വസിക്കുന്നു. കണ്ട എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോന് ലൈക്കും കാര്യങ്ങളൊക്കെ തീരെ കുറവാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ദയവ് ചെയ്ത് ഒരു ലൈക്ക് കൂടി, ഒരു എന്താ പറയുക, യാതൊരു നഷ്ടമില്ലാത്തൊരു കാര്യമില്ല, ഒന്ന് അവിടെ ഒരു ലൈക്ക് ചെയ്ത് അവിടെ ഇട്ടേക്ക്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ തൽക്കാലം എല്ലാവർക്കും ടാറ്റാ ബൈ.